السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. الحمد لله. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലെ കഴിഞ്ഞ ട്യൂസ്ഡേയും അതിന് മുമ്പത്തെ ട്യൂസ്ഡേ ആയിട്ട് നമ്മൾ രണ്ട് പാർട്ട് വേർഡ് അനാലിസിസ് ഗ്രാമർ ടിപ്സ് പഠിക്കണ്ടായി. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വളരെ ബേസിക്സ് അതായത് അറബിയിലെ 3 ടൈപ്പ് വാക്കുകൾ ഏതൊക്കെയാണ്, ഇസ്മ, ഫഅൽ, ഹർഫ്, അത് കണ്ടു. അതിലേക്ക് പോണില്ല. പിന്നെ റൂട്ട് ലെറ്റേഴ്സ്, റൂട്ട് വേർഡ് കോൺസെപ്റ്റ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് സർവനാമങ്ങൾ, പ്രൊനൗൺസ് അറബിയിലുള്ള അല്ലേ. അതിനകത്ത് കുറച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഒരു 4-5 നമ്മൾ പറഞ്ഞിട്ടില്ല ഇവിടെ. അത് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട്. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറെ സർവനാമങ്ങൾ നമ്മൾ കണ്ടു. ഹുവ, ഹും അല്ലെ, അവൻ അല്ലെങ്കിൽ അവർ. വേറൊരു കാര്യം നമ്മളെ പറഞ്ഞത്, അറബിയിൽ അത് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. എല്ലാ ഇസ്മുകളും ഒന്നെങ്കിൽ പുല്ലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം ആണ്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്നുള്ള വാക്ക് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതെന്ന് എഴുതും, അത്രയേ ഉള്ളൂ അല്ലെ. അപ്പം ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ കൽബ്, ഹൃദയം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഓരോന്ന് എടുക്കുമ്പോഴും അതിന് ഒന്നെങ്കിൽ ഹുവ അല്ലെങ്കിൽ ഹിയ എന്നുള്ള രീതിയിലെ അറബിയിൽ റെഫർ ചെയ്യുള്ളൂ, അവൻ അല്ലെങ്കിൽ അവൾ. നമ്മൾ ട്രാൻസ്ലേഷൻ നടത്തുമ്പോഴാണ് അതിനെ അത് എന്നാക്കുന്നത്. അപ്പം ഹുവ, ഹും പുല്ലിംഗം ഏകവചനം ബഹുവചനം, ഹിയ, ഹുന്ന സ്ത്രീലിംഗ ഏകവചനം ബഹുവചനം, അവൻ, അവർ, അവൾ, അവർ അല്ലെ. പിന്നെ നീ, നമ്മൾ വേറൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് സംസാരിക്കുമ്പോൾ അൻത, അൻതും പുല്ലിംഗം, നീ, നിങ്ങൾ, അൻതി, അൻതുന്ന സ്ത്രീലിംഗം, നീ, നിങ്ങൾ, അന, ഞാൻ, നെഹ്നു, ഞങ്ങൾ. അപ്പം ഇത്രയാണ് നമുക്ക് കോമൺ ആയിട്ട് വേണ്ട സർവനാമങ്ങൾ. ഞാൻ പറഞ്ഞൊരു 4-5 നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അത് അത്ര കോമൺ അല്ലാത്തത് കൊണ്ട്. നമുക്ക് ഗ്രാമർ ഡെപ്തിൽ പഠിക്കുകയല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ കൂടുതൽ നിങ്ങൾ കാണുന്ന ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അപ്പൊ ഇതിന് ഓരോന്നിനും നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഹുവ വരുന്ന ഉദാഹരണം, ഹും വരുന്ന ഉദാഹരണം, അങ്ങനെ ഖുർആനിൽ നിന്ന് ഓരോന്നും ഈ ഓരോ സർവനാമങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അൻത, അൻതും, അന, നെഹ്നു, അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഉദാഹരണം കണ്ടു. പിന്നെ നമ്മൾ പഠിച്ചത് അറ്റാച്ച്മെന്റ്സ് ആണ്. അതായത് ഹുവ എന്നുള്ളതിനെ അവൻ എന്നുള്ളത് അവന്റെ എന്ന് വരുമ്പോൾ അത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക. ഒന്നെങ്കിൽ ഹു അല്ലെങ്കിൽ ഹി. കിതാബുഹു കിതാബിഹി, രണ്ടും അവന്റെ പുസ്തകമാണ്. കിതാബിഹി വരാൻ ചില റൂളുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ നമ്മൾ ഗ്രാമർ റൂളിലേക്ക് നമ്മൾ പോണേയില്ല, നമുക്ക് ജസ്റ്റ് കാര്യം മനസ്സിലാക്കി പോകുന്നേ ഉള്ളൂ. ഓക്കെ. കാരണം ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ട് കഴിഞ്ഞാൽ അത് വേറൊരു കടലാണ്. അത്രയും എല്ലാവർക്കും ഒന്നും അത്രയും എടുക്കാൻ പറ്റുന്നതല്ല, നമുക്ക് അത്രയ്ക്കൊന്നും പോകണ്ട. അപ്പം ഹുവ, പിന്നെ ഹും ആണെങ്കിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഹും അല്ലെങ്കിൽ ഹിം എന്ന് വരും. അവരുടെ പുസ്തകം പുല്ലിംഗം ബഹുവചനം, കിതാബുഹും കിതാബിഹിം, ഹിയ, ഹ, ഹുന്ന, ഹുന്ന, ഹിന്ന. ഈ 3 കാര്യങ്ങൾക്കാണ് ഹി വരും കേട്ടോ. ഹുവക്ക് ഹി വരും, ഹുമ്മിന് ഹിമ്മ വരും, ഹുന്നക്ക് ഹിന്ന വരും. ബാക്കിയൊക്കെ ഓരോന്നാണ്. ഹു, ഹും, ഹ, ഹുന്ന. ഇനി അങ്ങോട്ടെല്ലാം ക, കും, കി, കുന്ന. ഓക്കെ. അൻത എന്ന് പറഞ്ഞാൽ ക, കിതാബുക്ക നിന്റെ പുസ്തകം, അൻതും നിങ്ങൾ പുല്ലിംഗ ബഹുവചനം, കിതാബുക്കും നിങ്ങളുടെ പുസ്തകം, അൻതി നീ സ്ത്രീലിംഗ ഏകവചനം, കിതാബുക്കി നിന്റെ പുസ്തകം, അൻതുന്ന സ്ത്രീലിംഗ ബഹുവചനം നിങ്ങൾ, കിതാബുക്കുന്ന. ഓക്കെ. പിന്നെ അന വരുമ്പം കിതാബി, നെഹ്നു വരുമ്പം കിതാബുന. അപ്പം ആകെ 2 വരുന്ന കാര്യം ഹുവയ്ക്കും ഹുമ്മനും ഹുന്നയ്ക്കും മാത്രമേ ഉള്ളൂ. അത് ഓർത്ത് വെച്ചാൽ മതി. ഹു, ഹി, ഹും, ഹിം, ഹുന്ന, ഹിന്ന. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് അറ്റാച്ച്മെന്റ്സ് എന്ന് കണ്ടു. ഇനി ഈ അറ്റാച്ച്മെന്റ് ഇസ്മിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരാം അല്ലെ. അതായത് ഖൽബുഹു അവന്റെ ഹൃദയം. ഫിഅലിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വരാം. ഇഹ്ദിന ഞങ്ങളെ നേർവഴിയിലാക്കണമേ. ഓക്കെ. ഹർഫിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരാം. മിൻ, ഹും എന്തെങ്കിലും അവരിൽ നിന്ന്. ഓക്കെ. മിൻ എന്നുള്ള ഹർഫിന്റെ കൂടെ. അപ്പം ഇങ്ങനെ 3 രീതിയിൽ അറ്റാച്ച്മെന്റ് വരാമെന്ന് നമ്മൾ കണ്ടു. അതില് 3 ഉള്ള ഉദാഹരണങ്ങൾ നമ്മൾ ഖുർആനിൽ നിന്ന് കണ്ടിരുന്നില്ല. ഒരേ ആയത്തിൽ തന്നെ ഇസ്മിന്റെ കൂടെ ഹും അറ്റാച്ച് ചെയ്ത് ഖുലൂബുഹും, ഫിഅലായത്തുള്ള സാദയുടെ കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിരുന്ന ഫസാദഹും,
ഹെർഫായിട്ടുള്ള ലാമിന്റെ കൂടെ വന്നതും കണ്ടു. അങ്ങനെ ആ തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ കണ്ടത് ഫെയലിന്റെ മാത്രം അറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ ഇപ്പോൾ ഡീറ്റെയിലേക്ക് പോണില്ല, അത് നമ്മൾ വേറെ തന്നെ എടുത്തിട്ട് പറയാം ഇൻഷാല്ല. ഫെയല് പറഞ്ഞ ഫെയലിനെ കുറിച്ച് കുറച്ചധികം എന്ന് വെച്ചാൽ ഫെയലിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ കാലങ്ങളോളം പറയണ്ടാവും. എന്നാലും നമുക്ക് വളരെ മിനിമം ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് വേറൊരു സെഷനിൽ പോവാം. പിന്നെ നമ്മൾ ഇസ്മിന്റെ അറ്റാച്ച്മെന്റ്സ് കണ്ടു അല്ലെ. ഇസ്മിന് ഹുവ അറ്റാച്ച് ചെയ്യുമ്പോൾ ഹു വരുന്ന എക്സാമ്പിളും ഹി വരുന്ന എക്സാമ്പിളും. മാ ഹൗലഹു മിൻ റബ്ബിഹി അല്ലെ. ഹു വരുന്ന ഹി അല്ല, അതായത് അവന്റെ റബ്ബ്, അവന്റെ ചുറ്റുപാട്. അതുപോലെ ഹും വരുമ്പം ഖുലൂബിഹിം അംഫുസഹും അല്ലെ, അവരുടെ ഹൃദയങ്ങൾ, അവരുടെ നഫ്സ്, അവരുടെ സ്വന്തം. അങ്ങനെ നമ്മൾ ഇസ്മിന് അറ്റാച്ച്മെന്റ് വരുന്നത് ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുണ്ടായി. ഏകദേശം എല്ലാം തന്നെ ക്ലാസ്സിൽ പറയാത്ത ഉദാഹരണങ്ങളും കൂടെ ഞാൻ നോട്ട്സിൽ അറ്റാച്ച് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇതേ കാര്യം തന്നെ ഇതുവരെ നമ്മൾ ചെയ്തത് ഫെയലിന്റെ അറ്റാച്ച്മെന്റ് നമ്മൾ പിന്നത്തേക്ക് വെച്ചു. കഴിഞ്ഞ ദിവസം ഇസ്മിന്റെ അറ്റാച്ച്മെന്റ് ചെയ്തു. ഇനി ഹർഫിന്റെ അറ്റാച്ച്മെന്റ്. ഹർഫ് പ്ലസ് പ്രൊനൗൺ. ഇത് നമ്മൾ ഹെർഫുകൾ കുറേ ഉണ്ട്. ഈ പറഞ്ഞ പോലെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഹെർഫുകളാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പം ഈ അറ്റാച്ച്മെന്റ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഫോർമുല ഉണ്ടല്ലോ നമ്മൾ പഠിച്ചു വെച്ചത്, അതൊന്ന് ആദ്യം എഴുതി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് മറന്നു പോകും എന്തൊക്കെയാണെന്ന്. ഹുവ, ഹു, ഹി, ഹിയ, ഹ, ഹും, ഹിം, ഹും. ഓക്കെ, ഇതെല്ലാവരും ഓർത്തു വെക്കണം കേട്ടോ, ഈ ഒരു കാര്യം. ഇത് മറന്നു പോകരുത്. ഇതിന്റെ ഓരോന്നിന്റെയും അർത്ഥങ്ങളും അറ്റാച്ച് ചെയ്യുമ്പോഴുള്ള ഫോമുകളും നമ്മൾ എഴുതിയോ പഠിച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് പെട്ടെന്ന് കിട്ടുന്ന പോലെ എഴുതി വെക്കുക. ഹുന്ന, ഹുന്ന, ഹിന്ന, ഹുന്ന. അടുത്തത് അൻത, അൻതയുടേത് ക, അൻതി, കി, അൻതും, കും, അൻതുന്ന, കുന്ന, അന, ഈ, നഹ്നു, ന. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഇനി നമ്മൾ ഹർഫുകൾ ഓരോന്നായിട്ട് എടുക്കണം. ഏറ്റവും ആദ്യം ഞാൻ എടുക്കാൻ പോണ ഒരു ഹർഫ് എന്ന് പറയുന്നത് ലാം എടുക്കാം. ഓക്കെ, ല. ഓക്കെ, ഈ ഹർഫുകളുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല ഹർഫുകളും പല സിറ്റുവേഷനിൽ വരുമ്പം അർത്ഥങ്ങൾ മാറി മാറി വരും. ഓക്കെ, ഒരേ ഹർഫിന് തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാ എന്നുള്ളത് നമ്മൾ പല സ്ഥലത്ത് പല അർത്ഥങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. അല്ല എന്ന അർത്ഥത്തില്, എന്ത് എന്ന അർത്ഥത്തില്, യാതൊന്ന് എന്ന അർത്ഥത്തില്, അങ്ങനെ പല അർത്ഥത്തില് മാ എന്നുള്ള ഹർഫ്. ഓക്കെ, മാ എന്ന് പറയുമ്പോൾ ഈ ഹർഫ് നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുപോലെ ഹർഫുകൾക്ക് പല സിറ്റുവേഷനിൽ വരുമ്പോൾ പല അർത്ഥങ്ങളുള്ളത് ഉണ്ടാവും. ഇവിടെ ഞാൻ ഹർഫുകളുടെ എല്ലാ അർത്ഥങ്ങളിലേക്കും പോണില്ല. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന അർത്ഥം വെച്ചിട്ട് ഈ ഹർഫിന്റെ അറ്റാച്ച്മെന്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ലാ എന്ന് പറയുമ്പോൾ ലാ തന്നെ പല സാഹചര്യങ്ങളിൽ പല അർത്ഥങ്ങളിൽ യൂസ് ചെയ്യുന്ന
കാര്യമുണ്ട്. ഓക്കെ, ലാമ് പല അർത്ഥങ്ങളിൽ വരാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ലായുടെ അതായത് പ്രൊനൗണുമായിട്ടുള്ള സർവനാമവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നമ്മൾ ലാ എടുക്കുന്നത്. ഈ ലായുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് എന്നൊക്കെ പറയും. അതായത് ഇന്ന ഒരാൾക്ക് വേണ്ടി. ഓക്കെ, ഞാൻ അത് ഹർഫ് അല്ലാത്ത ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇവിടെ അൽഹംദു ലില്ലാഹി, അള്ളാഹുവിന് അല്ലെ. ഹംദ് ആർക്കാണ്? അള്ളാഹുവിന് ആണ്. ഓക്കെ, അൽഹംദു ലില്ലാഹി, അള്ളാഹുവിന്, എല്ലാ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ആ ഒരു അർത്ഥത്തിലാണ് ആ ലാമ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. ലാമിന് വേറെ പല അർത്ഥങ്ങളും ഉണ്ട്. അപ്പം ഈ ഒരു അർത്ഥം വെച്ചിട്ട് നമ്മൾ ലാമിന്റെ അറ്റാച്ച്മെന്റ്സ് മാത്രം മനസ്സിലാക്കാൻ പോവാണ്. വേറൊരു കാര്യം ലാമിനെ കുറിച്ച് ഈ ലാം അതായത് അല്ലെങ്കിൽ വേണ്ടി എന്ന് തന്നെ ഉപയോഗിക്കുന്ന ലാമിന് അത് ഇസ്മിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ അത് ലീ എന്നാണ് വരിക. ഓക്കെ, നമ്മളിപ്പോ കണ്ടു ലില്ലാഹി അല്ലെ. അതുപോലെ ലീ വെച്ചിട്ട് അതായത് ലാമിന് ഇസ്മിന്റെ കൂടെ വരുമ്പോൾ ലി റബ്ബിക്ക അങ്ങനെ വരുന്നത് കാണാം ലീ. എന്നാല് അത് ഹർഫിന്റെ കൂടെ ആണെങ്കിൽ ലാ എന്നാണ് വരിക. ഓക്കെ, ഇതേ അർത്ഥത്തില് ലാ എന്ന് വരും. ഇസ്മിന്റെ കൂടെയാണെങ്കിൽ ലില്ലാഹി ലി റബ്ബി എന്ന് വരും. ഹർഫിന്റെ കൂടെയാണെങ്കിൽ അത് ലാ എന്നാണ് വരിക. അപ്പം ഈ ലായുടെ കൂടെ ഈ പറഞ്ഞ ഓരോന്നും നമുക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരാന്നുള്ളത്. ലഹു, ലഹ, ലഹും, ലഹുന്ന, ലക, ലക്കി, ലക്കും, ലക്കുന്ന, ലീ, ലന. ഓക്കെ, അവന്, അവൾക്ക്, അവർക്ക്, നിനക്ക്, നിങ്ങൾക്ക്, എനിക്ക്, ഞങ്ങൾക്ക്. അപ്പൊ ഇത് ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ലാമിന്റെ കൂടെ ഈ പറഞ്ഞ സർവനാമങ്ങളെ അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന ഉദാഹരണങ്ങൾ. ലഹു, ലഹ, ലഹും, ലഹുന്ന, ലക്ക, ലക്കും. ഇതേ ലാമ് തന്നെയാണ് നമ്മളിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞ അൽഹംദുലില്ലാഹിയിലുള്ള ലാമും. ഓക്കെ, ഇത് അതേ ലാമ് തന്നെയാണ്, പക്ഷെ ഇസ്മിന്റെ കൂടെ വരുന്നത് കൊണ്ട് അത് ലീ ആയതാണ്. അത് ഹെർഫിന്റെ കൂടെ വരുമ്പോ അത് ലാ ആവും. ഓക്കെ, ഇനി ഇതിന് നമ്മൾ പഠിച്ച ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആയത്തിനകത്ത് നോക്കിക്കോ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ വലഹും, എന്താണ്? അവർക്കുണ്ട് കഠിനമായ ശിക്ഷ. ഹും അല്ലേ, വലഹും. അപ്പൊ ഇനി ലാ വെച്ചിട്ട് ഇതുപോലെ എന്ത് അറ്റാച്ച്മെന്റ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. വലഹും അവർക്കുണ്ട്, ലന ഞങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക്, ലീ എനിക്ക്, ലക്ക നിനക്ക്. ഓക്കെ, അപ്പൊ ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നാളെയൊക്കെ എടുക്കാനുള്ള ആയത്തുകളിൽ കുറേ സ്ഥലങ്ങളിൽ അത് വരുന്നുണ്ട്. ഇനി വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. ലക്കും വരുന്നത് അല്ലദീ ജഅല ലക്കുമുൽ അർദ, യാതൊരുവന്റെ അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, അവൻ എന്തോ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി അൽ അർദ് ഭൂമി, ലക്കും. ഓക്കെ, അപ്പം ആ ലാന്റെ അവസാനത്തിലെ അറ്റാച്ച്മെന്റ് പല രീതിയിൽ മാറി വരുമ്പോ ഇപ്പൊ നമുക്ക് മനസ്സിലാവും അല്ലെ. ലക്കും, ലന, ലീ, ലഹ, ലഹു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അത് ഇന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അവർക്ക്, അവന്. കണ്ടോ, കുല്ലമ ലഹും, അത് മനസ്സിലാവല്ലോ അല്ലെ.
അപ്പം ലാമിന്റെ അറ്റാച്ച്മെന്റ്സ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എവിടെ അത് കണ്ടു കഴിഞ്ഞാലും നമുക്കിനി കാര്യം മനസ്സിലാവണം. ഇന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടി എന്നാണ്. ഈ ലാം തന്നെ ഇസ്മിന്റെ കൂടെ വരികയാണെങ്കിൽ എന്താവും? ലി ആയിരിക്കും. ലില്ലാഹി, ഓക്കെ, ലി റബ്ബി എന്നാണ് വരിക. ഇനി അടുത്ത ഒരു ഹർഫ് നമുക്ക് നോക്കാം. ലാമിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ഹർഫാണ്, ഇതുപോലെ വളരെ കോമൺ ആയിട്ട് വരുന്ന വേറൊരു ഹർഫാണ് അല. ഓക്കെ, അല എന്ന് പറഞ്ഞാൽ മേൽ. ഈ അലയുടെ ഒരു പ്രത്യേകത, നമുക്ക് അലയുടെ കൂടെ ഈ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ, അതായത് ഹു, ഹ, ഹിം ഒക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ അലഹു, അലഹ എന്ന് എഴുതൂല. പകരം അലക്ക് ഒരു ലെറ്ററും കൂടെ, അതായത് അറബിയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ട്രാൻസ്ഫോർമേഷൻസ് ഇഷ്ടംപോലെ ഉണ്ടാവും. അത് പറയാനുള്ള പ്രൊനൗൺസിയേഷന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അലയുടെ കൂടെ എന്തിനെ ആഡ് ചെയ്യുമ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു യാ അതിന്റെ ഇടക്ക് കയറ്റും. ഓക്കെ, അപ്പം അതെങ്ങനെയാ വരാ? അലൈ ഹി. ഇവിടെ അലൈ ഹു ഒരിക്കലും ഉണ്ടാവില്ല, അലൈ ഹി. ഈ ഹി, ഹിം, ഹിന്ന വരുന്നതിന്റെ വേറൊരു കുഞ്ഞി ട്രിക്ക് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ശരിക്കുള്ള റൂളല്ല ഞാൻ പറയുന്നത്. അതായത് ഈ ഹിയും ഹിമ്മും ഹിന്നയും വരുന്നിടത്ത് അതിന്റെ തൊട്ട് മുമ്പ് വരുന്ന അക്ഷരം, ഓക്കെ, അതിന് തൊട്ട് മുമ്പ് വരുന്ന അക്ഷരം ഒന്നെങ്കിൽ കെസ്ര അല്ലെങ്കിൽ യാ ആയിരിക്കും. ഒന്നെങ്കിൽ കെസ്ര അല്ലെങ്കിൽ കെസ്ര മദ്, അല്ലെങ്കിൽ യാ. ആ ഒരു രീതിയിൽ വരുമ്പോൾ പ്രൊനൗൺസിയേഷന് വരുന്ന വേണ്ടിയാണ്. ഇപ്പൊ ഇവിടെ അലൈഹു എന്ന് പറയുമ്പോൾ പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് അറബികളുടെ വശം. അപ്പം ഇത് എപ്പോഴും അലൈഹി എന്നേ വരുള്ളൂ. എവിടെയാണെങ്കിലും അലൈഹു എന്ന് വരില്ല, അലൈഹി. അതിന്റെ അർത്ഥം അല പ്ലസ് ഹുവ ആണ്, അതായത് അവന്റെ മേൽ. ഇതിന്റെ ഒന്നും അർത്ഥം ഞാൻ എഴുതുന്നില്ല, ഇത് ഓർഡറിൽ എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, അലൈഹി എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ, അലൈഹ എന്ന് പറഞ്ഞാൽ അവളുടെ മേൽ, അലേഹിം. ഇവിടെയും അലേഹും വരൂല, അലേഹിം അവരുടെ മേൽ, അലേഹിന്ന അത് അവര് സ്ത്രീകളുടെ മേൽ, അലൈക്ക, അലൈക്കും, അലൈക്കി, അലൈക്കുന്ന, അലയ്യ, അലൈന. ഓക്കെ, മിക്ക ദുആകളിലും ഈ വാക്കുകളൊക്കെ നമുക്ക് കാണാം. അലയ്യേം അലൈനയും, എന്റെ മേൽ, ഞങ്ങളുടെ മേൽ, അല്ലെ? അള്ളാഹുവിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ അത് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അലയ്യ ആണ് അല പ്ലസ് എന്ത് അന. ഓക്കെ, അത് മാത്രം ഒരു ചെറിയൊരു ഡിഫറൻസ് ഉള്ളതുണ്ട്, അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെക്കാം. അപ്പം അലൈഹി അവന്റെ മേൽ, അലൈഹ അവളുടെ മേൽ, അലൈഹിം അവർ പുരുഷന്മാർ അവരുടെ മേൽ, അലൈഹിന്ന അവർ സ്ത്രീകൾ അവരുടെ മേൽ, അലൈക്ക നിന്റെ മേൽ, അലൈക്കും നിങ്ങളുടെ മേൽ, ഇത് രണ്ടും പുല്ലിംഗം, അലൈക്കി നിന്റെ മേൽ, അലൈക്കുന്ന നിങ്ങളുടെ മേൽ, ഇത് രണ്ടും സ്ത്രീലിംഗം, അലയ്യ എന്റെ മേൽ, അലൈന ഞങ്ങളുടെ മേൽ. ഇതിനും ഖുർആനിൽ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ട ഭാഗത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഫാത്തിഹയില് അൻഅംത അലൈഹിം, അല്ലെ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അവരുടെ മേൽ നിന്റെ അനുഗ്രഹം ചൊരിഞ്ഞു. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നീ നിന്റെ കോപം കിട്ടിയവരല്ലാതെ, അല്ലെ? അവരുടെ മേൽ നിന്റെ കോപം ഉള്ളവര് അല്ലാതെ. പിന്നെ ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം, അവരുടെ മേലെ എല്ലാം കണക്കല്ലേ, അവരെ ഉപദേശിച്ചാലും ഉപദേശിച്ചിട്ടില്ലെങ്കിലും ഒക്കെ കണക്കാണെന്നുള്ള പോലെ പറയുന്ന അലൈഹിം. പിന്നെ നിങ്ങൾ ഇനി ഓതി പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ സ്ഥലത്ത് കാണാം അലൈഹിം, അലൈഹ, അലൈഹു, അലൈക്കും എന്നൊക്കെ. ഓക്കെ, അപ്പം ഇതൊക്കെ അലയുടെ എന്താണ് അറ്റാച്ച്മെന്റ്സ് ആണ്. അത് ഈ അറ്റാച്ച്മെന്റിൽ ചെറിയ ചെറിയ ടിപ്സ് ഓർത്ത് വെക്കാനുള്ളത്, അലൈഹു വരൂല,
അലൈഹും വരൂല, അലൈഹുന്ന വരൂല. പകരം അലൈഹി, അലൈഹിം, അലൈഹിന്നയാണ്. അഥവാ അല പ്ലസ് അന എന്ന് പറയുന്നത് അലയ്യ ആണ്. ഇനി അടുത്ത ഒരു പ്രൊനൗൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫി. ഫി എന്ന് വെച്ചാൽ ഇൽ, ഇംഗ്ലീഷിലെ ഇൻ. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത് പോലെ. ഫീക്കും ഫീയുടെ അറ്റാച്ച്മെന്റ്സ് നമുക്ക് എഴുതാം എങ്ങനെയാണെന്ന്. ഫീക്ക് ഈ പറഞ്ഞ പോലെ ഒരു യാ ഉണ്ട് അല്ലെ ഫീയുടെ ശേഷം, അതുകൊണ്ട് ഫീ ഹു വരൂല ഒരിക്കലും, ഫീ ഹി. ഈ ഓരോന്നും ഞാൻ എഴുതി പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഹുവ, ഫീ പ്ലസ് ഹു ആണ്, ഫീ ഹി, ഫീ പ്ലസ് ഹിയ, ഫീഹ. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങൾ, അതായത് ഈ ഡിറ്റാച്ച്ഡ് പ്രൊനൗൺസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. ഓക്കെ, ഫീഹി, ഫീഹ, ഫീഹിം, ഫീഹും വരൂല. ഓക്കെ, ഫീഹിന്ന, ഫീക, ഫീക്കും, ഫീക്കി, ഫീക്കുന്ന, ഫീയ, ഫീന. ഓക്കെ, അപ്പം ഇവിടെ ഇതുപോലെ അലന്റെ പോലെ തന്നെ അവസാനം ഒരു യാ ഉള്ളത് കൊണ്ട് ഫീഹു, ഫീഹും, ഫീഹുന്ന വരൂല. പകരം ഫീഹി, ഫീഹ, ഫീഹിന്ന ആണ്. ഫീഹി, ഫീഹിം, ഫീഹിന്നയാണ്. ഓക്കെ, ഫീഹി അവനിൽ, ഫീഹ അവളിൽ, ഫീഹിം അവരിൽ, ഫീഹിന്ന അവരിൽ സ്ത്രീലിംഗം, ഫീക്ക നിന്നിൽ, ഫീക്കും നിങ്ങളിൽ, ഫീക്കി, ഫീക്കിന്ന നിന്നിൽ, നിങ്ങളിൽ സ്ത്രീലിംഗം, ഫീയ എന്നിൽ, ഫീന ഞങ്ങളിൽ. നമ്മൾ ബാറക്കല്ലാഹു ഫീക്ക്, ഫീക്കി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ സ്ത്രീകളോട് പറയുമ്പോൾ ബാറക്കല്ലാഹു ഫീക്കി എന്ന് പറയും, പുരുഷന്മാരോട് പറയുമ്പോൾ ബാറക്കല്ലാഹു ഫീക്ക, നിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകട്ടെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു അറ്റാച്ച്മെന്റ്സ് വരുന്നത്. ഇതിന് ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, കിതാബ് പുസ്തകം, പുല്ലിംഗം ഏകവചനം. ഓക്കെ, അപ്പം ആ ഗ്രന്ഥം, അതിൽ ഒരു സംശയവും ഇല്ല, ഫീഹി. അപ്പം ഇങ്ങനെ എവിടെയും ഫീ വെച്ചിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് കാണുമ്പോൾ ശ്രദ്ധിക്കുക, അതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. പിന്നെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു അറ്റാച്ച്മെന്റ്, ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ എന്നാണ്. വേറൊരു ഉദാഹരണം. ഓക്കെ, ഇവിടെ നോക്ക്. വബഷിരില്ലദീന ആമനു, സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന ആയത്തിൽ അവസാനം വഹും ഫീഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഇവിടെ ഫീഹ, ഫീഹ അവളിൽ എന്നാണ്. പക്ഷെ ഇവിടെ സ്വർഗത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അത് സ്ത്രീലിംഗം ആയതുകൊണ്ട് നല്ല അവിടെ വേറൊരു റൂൾ ഉണ്ട്. എന്നാൽ പോലും ഫീഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീലിംഗത്തിനെ റെഫർ ചെയ്യുമ്പോഴാണ് ഫീഹ എന്ന് പറയാം. ഓക്കെ, അപ്പം അതുപോലെ എവിടെയാണെങ്കിലും ഈ ഫീ, ഹി, ഹു, ഹാ, കും, കാ എന്നൊന്നും പറയുന്നത് വെറുതെ ഒന്നും ആയിരിക്കില്ല. അത് കറക്റ്റ് ആയിട്ട് അത് റെഫർ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ത്രീലിംഗവും പുല്ലിംഗവും ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും, ഏകവചനം ബഹുവചനം ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, പിന്നെ ഇത് തന്നെ വൈദ്കാല റബ്ബുക ലിൽ മലായികത്തി, അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയണം അല്ലെ, ഭൂമിയിൽ ഞാൻ ഖലീഫമാരെ കൊണ്ടുവരാൻ പോവാണെന്ന്. അവിടെ അവര് ചോദിക്കുന്നുണ്ട്, ഖാലു അതജഅലു ഫീഹ മൻ യുഫ്സിദു ഫീഹ, നീ ആക്കാൻ പോവാണോ ഫീഹ അതിലെന്താണ്, ഭൂമിയിൽ, അർദ് ഭൂമി, അവസാനം താ ഇല്ലെങ്കിലും ഭൂമി ഒരു സ്ത്രീലിംഗ പദമാണ്. ഓക്കെ, ഭൂമി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ പദമാണ് അറബിയിലെ. നമ്മൾ പണ്ട് മലയാളത്തിലാണെങ്കിലും ഭൂമി ദേവി ഒക്കെയാണ് അല്ലെ, ഭൂമി അമ്മ എന്നൊക്കെ പറയുന്നതൊക്കെ സുബ്ഹാനല്ലാഹ്. അപ്പം ഫീഹ എന്ന് പറയാനുള്ള കാരണം
അത് ഭൂമിയെ റെഫർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം നീ അതിൽ ആക്കാൻ പോവുകയാണോ, മൈ യുഫ്സിദു ഫീഹ, അതിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആൾക്കാരെ, അല്ലെ? അപ്പൊ ഇവിടെ ഫീ ഹ, ഭൂമിയെ റെഫർ ചെയ്തത് കൊണ്ടാണ് അവിടെ ഹ എന്ന് വന്നത്. നമുക്ക് നമ്മളത് വേഗം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്ന് പറയും, അല്ലെ? പക്ഷെ അറബിയിൽ അതിനകത്ത് ഈ ഒരു അതിൽ പറയാൻ തന്നെ എത്ര വാക്കുകളാണുള്ളത്, അല്ലെ? എന്നിട്ട് അതിന് അർത്ഥം നോക്കുമ്പോൾ നമ്മൾ നോക്കണം അതെന്തിനാ ഉദ്ദേശിച്ചേ. ഓ, ഇത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിന് കറക്റ്റ് മാച്ചിങ് ആണ്. അത്രയും പെർഫെക്ഷൻ ആണ്. ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും ഒരു മിസ്റ്റേക്ക് ഖുർആനിൽ ഇല്ല തന്നെ. സുബ്ഹാനല്ലാഹ്, അല്ലെ? പിന്നെ വേറൊരായത്ത് ഇതാ ഇവിടെ, فأزلهما الشيطان عنها فأخرجهما مما كان فيه. ഓക്കെ, അതിലുള്ളതിൽ നിന്നല്ലേ അവരെ എന്താക്കി, ഇബ്ലീസ് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ അവർ സ്വർഗത്തിലുണ്ടായിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന അനുഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നായിം എന്ന അർത്ഥത്തിൽ അത് എന്താണ്, ഹുവ, അത് പുല്ലിംഗ ഏകവചനമായതുകൊണ്ട് മിമ്മ ക്യാനഫി. ചിലത് നമുക്ക് തന്നെ സംശയം തോന്നും, എന്താണ് ഇത്, ശരിക്കും പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? അതിന് പണ്ഡിതന്മാർ അതിന്റെ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് ഓക്കെ ഇതിന്ന കാര്യത്തിനെയാണ് റെഫർ ചെയ്തതെന്ന് പറഞ്ഞ് വെച്ചിട്ടും ഉണ്ടാവും. അപ്പം എപ്പോഴും അതിന് ഒരു പുല്ലിംഗമോ സ്ത്രീലിംഗമോ ഒക്കെ ഉണ്ടാവും. ഫീഹി, ഫീഹ, ഫീഹിം, ഫീഹിന്ന എന്നൊക്കെ പറയുമ്പോൾ അത് റെഫർ ചെയ്യുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ആളുകൾ അത് പുല്ലിംഗമോ സ്ത്രീലിംഗമോ ആണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആ ഒരു റെഫറൻസ് വരികയുള്ളൂ. അപ്പൊ നമ്മള് ലാ കണ്ടു, അല്ലെ? ലക്ക, ലക്കും, ലഹ, ലഹു ഒക്കെ കണ്ടു. അല, മേൽ കണ്ടു. ഫീ, ഇൻ കണ്ടു. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു ഹർഫ് ഏതാന്ന് വെച്ചാല് ഇന്ന കുറേ കാണുന്ന ഒരു ഹർഫാണ്. ഇന്നാന്ന് വെച്ചാൽ നിശ്ചയമായും. ഓക്കെ, ഇന്നയുടെ കൂടെ ഈ പറഞ്ഞ പോലെ ഈ എല്ലാ അറ്റാച്ച്മെന്റും വരും. എങ്ങനെയാ നോക്കാം. ഇന്നഹു, ഇന്നഹ, ഇന്നഹും, ഇന്നഹുന്ന, ഇന്നക, ഇന്നക്കും, ഇന്നക്കി, ഇന്നകുന്ന, ഇന്നി അല്ലെങ്കിൽ ഇന്നനി. ഇത് രണ്ടും വരും കേട്ടോ. ഇന്നി അല്ലെങ്കിൽ ഇന്നനി. അതുപോലെ ഇന്ന അല്ലെങ്കിൽ ഇന്നന. ഓക്കെ, അപ്പം ഇന്നഹു നിശ്ചയമായും അവൻ, ഇന്നഹ നിശ്ചയമായും അവൾ, ഇന്നഹും നിശ്ചയമായും അവർ പുല്ലിംഗം, ഇന്നഹുന്ന നിശ്ചയമായും അവർ സ്ത്രീലിംഗം, ഇന്നക്ക നിശ്ചയമായും നീ പുല്ലിംഗം, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ പുല്ലിംഗം, ഇന്നക്കി ഇന്നക്കുന്ന നിശ്ചയമായും നീ നിങ്ങൾ സ്ത്രീലിംഗം, ഇന്നി ഇന്നനി നിശ്ചയമായും ഞാൻ, ഇന്ന ഇന്നന നിശ്ചയമായും ഞങ്ങൾ. ഇതും ഈ പറഞ്ഞ പോലെ ഖുർആനിൽ നിങ്ങളിപ്പം കുറേ കണ്ടിട്ടുണ്ടാവും. എന്നെക്കാളും കൂടുതൽ പെട്ടെന്ന് എനിക്കൊന്ന് നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ കിട്ടും. അത്രക്ക് നമ്മൾ ഈ ഒരു കാര്യം ഇന്ന വെച്ചിട്ടുള്ളത് കാണുന്നുണ്ട്, അല്ലെ? ഒരു ഉദാഹരണത്തിലേക്ക് പോവാണെങ്കിൽ അലാ ഇന്നഹും, അല്ലെ? മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് അവര് ഇല്ല ഞങ്ങൾ മുസ്ലിഹീങ്ങളാണെന്ന് പറയുമ്പോൾ അള്ളാഹു പറയാ അല്ല, നിശ്ചയമായും അവർ, ഇന്നഹും, അല ഇന്നഹും. ഇവിടെ ചില സ്ഥലങ്ങളിൽ ഈ ഇന്നഹും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹും ഉപയോഗിക്കുന്നത് കാണാം. അതായത് ഇന്നയുടെ കൂടെയുള്ള അറ്റാച്ച്മെന്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തത് കാണാം. ഇന്നഹു ഹുവ, ഇന്നഹ ഹിയ, ഇന്നഹും ഹും. അതായത് 2 പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ട്രെസ് കൊടുക്കുന്നതാണ്. നിശ്ചയമായും അവർ തന്നെയാണ് മുഫ്സിദീങ്ങൾ. ഓക്കെ, അത് ഡബിൾ സ്ട്രെസ് ആണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ അള്ളാഹു എന്തോ വല്ലാണ്ട് ഊന്നി പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇന്നഹും
നിശ്ചയമായും അവർ. പിന്നെ പിന്നെ ഇന്ന വരുന്ന ഉദാഹരണം ഇന്നഹു. ഓക്കെ. قالوا سبحانك. okay. قالوا سبحانك لا علم لنا إلا ما علمتنا إنك. അള്ളാഹുവേ നീ പരിശുദ്ധനാണ്, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല, നിശ്ചയമായും നീ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, നീ തന്നെയാണ് അലീമും ഹക്കീമും. അല്ലെ, ഇവിടെ ഇന്നയുടെ അറ്റാച്ച്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു അൻത പറയണം, നമ്മൾ അവിടെ ഇന്നഹും ഹും എന്ന് പറഞ്ഞതുപോലെ. അപ്പം നിശ്ചയമായും നീ തന്നെയാണ് എന്ത്, അലീമും ഹക്കീമും. പിന്നെ അള്ളാഹുവിനെ കുറിച്ച് തവാബുർ റഹീമ എന്ന് പറഞ്ഞ സ്ഥലത്തും ഇതേപോലെ നമുക്ക് കാണാം. ഇന്നഹു ഹുവ തവാബുർ റഹീം. ഇന്ന പ്ലസ് ഹുവ, അല്ലെ, നിശ്ചയമായും അവൻ തന്നെയാണ് തവാബും റഹീമും. അള്ളാഹു തന്നെയാണ് തവാബും റഹീമും ആയിട്ടുള്ളവൻ. ഓക്കെ. അപ്പം ഇതിന്റെ കൂടെ ഇങ്ങനെ ഇന്നഹു ഹുവ എന്ന് പറയല് നിർബന്ധമല്ല. അത് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം, അത് ഡബിൾ സ്ട്രെസ് ആണ്, അവിടെ ഒരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഇന്നക, ഇന്നഹു, ഇന്നഹ, ഇന്നഹും എന്നൊക്കെ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ഇവിടെതാ ഖാല ഇന്നി അഅലമു. ഓക്കെ. അള്ളാഹു പറയാണ്, നമ്മളിപ്പം ഇന്നന്റെ കാര്യം പറഞ്ഞില്ലേ, ഇന്ന പ്ലസ് അന പറഞ്ഞാല് ഒന്നെങ്കിൽ ഇന്നി അല്ലെങ്കിൽ ഇന്നനി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം അള്ളാഹു പറയാണ് ഖാല ഇന്നി അഅലമു മാലാ തഅലമൂൻ, നിശ്ചയമായും എനിക്ക് അറിയാം നിങ്ങൾക്ക് അറിയാത്തത്. അല്ലെ, മലായിക്കത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഭൂമിയിൽ മനുഷ്യന്മാരെ കൊണ്ടുവന്ന കാര്യത്തിൽ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞപ്പം അള്ളാഹു പറയാണ് നിശ്ചയമായും എനിക്കറിയാം നിങ്ങൾക്ക് അറിയാത്തത്. സുബ്ഹാനല്ലാഹ്. ഇതേപോലെ തന്നെ അള്ളാഹു പറയുന്ന വേറൊരു സ്ഥലവും കൂടെ ഉണ്ട്. ഇവിടെ അലം അഖുല്ലക്കും ഇന്നി അഅലമു ഗൈബ സമാവാതി വൽ അർദി, ഞാൻ പറഞ്ഞില്ലേ നിശ്ചയമായും എനിക്ക് അറിയാം എന്ത്, ആകാശഭൂമികളിൽ ഒളിഞ്ഞിരിക്കുന്നതും, അല്ലെ, അലമു മാ തുബദൂന, അല്ല, ആകാശഭൂമികളിൽ ഉള്ളതും, അല്ല, ഗൈബ സമാവത്തി, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഗൈബും, അലമു മാ തുബദൂന വമാ കുന്തും തക്തുമൂൻ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നതും പുറത്തു പറയുന്നതും എനിക്കറിയാമെന്ന് നിശ്ചയമായും എനിക്കറിയാം. ഇന്നി അലമോ, നിശ്ചയമായും ഞാൻ. അപ്പം അങ്ങനെയാണ് ഇന്നയുടെ അറ്റാച്ച്മെന്റ്സ് വരുന്നത്. അപ്പം നമ്മൾ 4 ഹർഫുകളാണ് ഇതുവരെ പഠിച്ചത്. ല, അല, ഫി, ഇന്ന. ഇനി വേറെ സിമ്പിൾ ആയിട്ട് 2 പഠിക്കാം. ഒന്ന് ബി കൊണ്ട്, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട്, ബിസ്മില്ലാഹിലെ, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട്, റഹ്മാനി റഹീം, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു. അല്ലെ, അപ്പം ആ ഒരു അർത്ഥത്തിൽ വരുന്ന ബി. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ എല്ലാ ഹർഫുകളുടെയും വെരി കോമൺ ആയിട്ടുള്ള മീനിങ് മാത്രം നമ്മളിവിടെ പറയുന്നുള്ളൂ. ഇതൊക്കെ ചില സിറ്റുവേഷനിൽ അർത്ഥം മാറിയിട്ട്, സാഹചര്യം മാറിയിട്ടൊക്കെ പല ഹർഫുകളും യൂസ് ചെയ്യപ്പെടാം. ഇവിടെ നമ്മൾ ഈ അർത്ഥം പറയുന്നത് ഈ ഒരു അറ്റാച്ച്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എന്താണ്, ഹുവാ ഹുമാ ഹും, അല്ല, ഹുവാ ഹും ഹിയ ഹുന്ന എങ്ങനെയാണ് ഈ ഹർഫുകളോട് ചേർന്ന് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അവിടെ ബിയുടെ അറ്റാച്ച്മെന്റ് എഴുതുമ്പോൾ ബി, ഇവിടെ ബിക്ക് കെസ്രയാണുള്ളത്, അല്ലെ, അതുകൊണ്ട് ബിഹു വരൂല, ബിഹിയെ വരുള്ളൂ. ഇവിടെ ഇന്നയുടെ കാര്യം നോക്കിയോ, ഇന്ന ഹു ആണ്. ഫീക്ക് ഇവിടെ ഒരു യാ ഉണ്ട്, അതുകൊണ്ട് ഫീഹി ആണ്. അലൈക്ക് ഇവിടെ ഒരു യാ ഉണ്ട്, അലേഹി ആണ്. ലാക്ക് കെസ്രയും യാവും ഇല്ലാത്തതുകൊണ്ട് ലഹു ആണ്. അപ്പം ഏത് ഹർഫിനും അവസാനം ഒന്നെങ്കിൽ യായോ അല്ലെങ്കിൽ കെസ്രയോ വരുന്നുണ്ടെങ്കിലാണ് അത് അലൈഹു അല്ലെങ്കിൽ ഹു എന്നുള്ളത് ഹി ആവുന്നത്. ഇവിടെ ഇന്ന ഹു, എന്നാൽ ബിക്ക് ബി ഹി ആണ്, ബി ഹു ഒരിക്കലും വരൂല. ഓക്കെ. ബിഹി, ബിഹ, ബിഹിം, ബിഹിന്ന, ബിക, ബിക്കും,
ബിക്കി, ബിക്കുന്ന, ബി, ബി ആണ്, ബിന. ചെറിയൊരു സംശയമുണ്ട്, ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് തരാം ബി, ബിന എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ബിഹി, ബിഹ, ബിഹിം, ബിഹിന്ന, ബിക, ബിക്കും, ബിക്കി, ബിക്കുന്ന. ഓക്കെ, എന്തെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ട്, അതിനെ കൊണ്ട്, ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അവിടെ ഇസ്മ എന്ന് പറയുന്നത് ഒരു ഇസ്മ തന്നെയാണ്, എന്താണ്, ഹെർഫ് അല്ല. നമുക്ക് ഹെർഫുള്ള ഉദാഹരണങ്ങൾ ഖുർആനിൽ നോക്കാം. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാഷൻ വസ്സമാഅ ബിനാഅൻ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ വിരിപ്പായും, ആകാശത്തെ ഒരു മേൽക്കൂരയായും, അൻസല മിനസ്സമാഇ മാഅൻ, എന്താണ്, ആകാശത്ത് നിന്ന് മഴയും, ഫഅഖ്റജ ബിഹി, ആ മഴ കൊണ്ട്, അല്ലെ, മാഅൻ, മഴ കൊണ്ട്, മിനസ്സമറാത്തി റിസ്ഖൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖായിട്ട് എന്താണ്, പഴങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, അല്ലെ, ബിഹി, അതുകൊണ്ട്. ഇവിടെ മാഅൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്താണ് ബിഹി എന്ന് വന്നിട്ടുള്ളത്. അതുപോലെ ബി വരുന്ന ഉദാഹരണങ്ങള്, അള്ളാഹുവിന് ലജ്ജയില്ല, അല്ലെ, ഒരു കൊതുകിനെ പോലും ഒരു ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നതിന്. ഈ ഒരു കാര്യത്തിൽ അവസാനം പറയുന്നുണ്ട്, യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറൻ. അതുകൊണ്ട്, ആ ഒരു ഉദാഹരണം കൊണ്ട് എന്താണ്, ധാരാളം ആളുകൾ വഴികേടിലാവുകയും ചെയ്യും, ധാരാളം ആളുകൾ നേർവഴിയിലാവുകയും ചെയ്യും. ബിഹി മസലനെ ഉദ്ദേശിച്ചാണ്. ഓക്കെ, പിന്നെ വേറെ ഉദാഹരണം ബിഹി, ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ബി വെച്ചിട്ട് നമുക്ക്, ബി അസ്മാഇഹിം ഒക്കെ ഇസ്മാണ്, ബിക്ക് ഡയറക്റ്റ് ഹെർഫുള്ള അറ്റാച്ച്മെന്റ് ഉള്ള ഉദാഹരണങ്ങൾ വേറെയും ഖുർആനിൽ നമുക്ക് നോക്കിയാൽ കാണാം. അപ്പം ബി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് കൊണ്ട്, അപ്പം ബിഹി, ബിഹും, ബിഹിം, ബിഹ എന്നൊക്കെ കാണാം. അപ്പം എന്തെങ്കിലും ഒന്ന് കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇനി ഒരൊറ്റ ഹെർഫും കൂടെ പറഞ്ഞിട്ട് ഇന്ന് നിർത്താം, ഒരുപാടായി പോകും അല്ലെങ്കിൽ. അതും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആണ്, ചേഞ്ച് ഒന്നുമില്ല. മിൻ, അതും വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് എന്ന അർത്ഥം വരുന്ന മിൻ. ഇവിടെയും ഈ പറഞ്ഞ പോലെ യായോ കെസ്റോ അല്ല മുമ്പേ ഉള്ളത്, അല്ലെ, അപ്പം മിൻ ഹു ആണ്, മിൻ ഹി വരൂല. മിൻ ഹ, മിൻ ഹും, മിൻ ഹുന്ന, മിൻ ക, മിൻകും, മിൻകി, മിൻകുന്ന, മിന്നി, മിന്ന. ഓക്കെ, ഇതും ഖുർആനിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ കാണാം, മിൻ വെച്ചിട്ടുള്ള ഹെർഫിന്റെ അറ്റാച്ച്മെന്റ്. മിൻഹു അവനിൽ നിന്ന്, മിൻഹ അവളിൽ നിന്ന്, മിൻഹും മിൻഹുന്ന അവരിൽ നിന്ന് പുല്ലിംഗം സ്ത്രീലിംഗം, മിൻക മിൻകും നിന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് പുല്ലിംഗം, മിൻകി മിൻകുന്ന നിന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് സ്ത്രീലിംഗം, മിന്നി എന്നിൽ നിന്ന്, മിന്ന. പിന്നീടുള്ള ഉദാഹരണം ഖുർആനില് قلنا يا آدم اسكن, ഈ ഒരു ആയത്തിനകത്ത് നോക്കാം. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها, ആദമിനോടും ആദമിന്റെ ഭാര്യയോടും, അല്ലെ, സ്വർഗത്തില്, ജന്നത, ജന്ന സ്വർഗം സ്ത്രീലിംഗം, അതുകൊണ്ട് വകുല മിൻഹ, നീ അതിൽ നിന്ന് കഴിച്ചോ,
ഹാ. എന്തുകൊണ്ട് ഹു വന്നില്ല? മിൻഹു എന്ന് പറഞ്ഞാലും അതിൽ തന്നെയല്ലേ അർത്ഥം. പക്ഷെ ജന്നത്തിനെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത് അല്ലെ. ജന്നത്ത് സ്ത്രീലിംഗ ഏകവചനമാണ്, അതുകൊണ്ട് മിൻ ഹാ. അതുപോലെ മിൻ വരുന്ന ഉദാഹരണങ്ങള് ഇതൊക്കെ മിന്നിന്റെ കൂടെ ഇസ്മ അറ്റാച്ച്മെന്റ് വരുന്നതാണ്. നമ്മൾ മിന്നിന്റെ കൂടെ ഹെർഫ് അറ്റാച്ച്മെന്റ് വരുന്ന ഉദാഹരണം മിൻ ത്വയ്യിബാത്ത്. ഇതൊക്കെ മിന്നിന്റെ കൂടെ ഇസ്മ അറ്റാച്ച്മെന്റ് വരുന്നതാണ്. അതായത് ത്വയ്യിബാത്തിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളൂ. മിൻ ബഖലിഹ, ഉള്ളിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പലതരത്തിലുള്ള ഫുഡ് പ്രോഡക്ട്സ് പറയുന്നുണ്ടല്ലേ, അതിൽ നിന്നെല്ലാം കഴിക്കൂ എന്ന് പറയുന്ന മിൻ ആണത്. മിനൽ ജാഹിലീൻ. ഇതൊക്കെ മിന്ന് പ്ലസ് ഇസ്മാണ്. ഓക്കെ. മിൻഹു മിൻഹ ഒക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണും ഖുർആനിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ മിൻഹ, മിൻഹു, മിൻഹുന്ന, മിൻഹും എന്നൊക്കെ കാണാം. അപ്പൊ മിൻ പ്ലസ് ഹെർഫ് അറ്റാച്ച്മെന്റ് ആണ് എന്ത്? മിൻഹു, മിൻഹ, മിൻഹും, മിൻഹുന്ന. നിന്ന്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് എന്ന് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മളിപ്പം ഏകദേശം 6 ഹർഫുകളാണ് പഠിച്ചത്. ല, ലഹു, ലഹ, ലഹും, ലഹുന്ന, ലക, ലക്കി, ലക്കും, ലക്കുന്ന, ലീല, ലീലന, അല, അലൈഹി, അലൈഹ, അലൈഹിം, അലൈഹിന്ന. അത് ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ ഇത് നോക്കി ഖുറാനിലുള്ള എക്സാമ്പിൾസുമായിട്ട് ഒന്ന് തട്ടിച്ച് നോക്കുമ്പോൾ തന്നെ പിന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. എവിടെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, ഓ ഇത് ഇന്നതാണ് എന്നുള്ളത്. പിന്നെ ഖുർആനിലുടനീളം ഈ പറഞ്ഞ ഇന്നഹും ഇന്നഹായൊക്കെ ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെ കണ്ടാലും ഇത് നിശ്ചയമായും അവൻ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ അവൻ ഇന്നഹു എന്ന് പറയുന്നത് ആരെയാ പറയുന്നത്, അത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്നൊക്കെ നമുക്ക് പിന്നെ പിന്നെ കൂടുതൽ ചിന്തിക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ കൂടുതൽ പഠിക്കാൻ തോന്നും. പക്ഷെ അത്രയും പഠിപ്പിലേക്ക് ഇപ്പോൾ പോകണ്ട. നമുക്ക് തൽക്കാലം ഈ ഒരു രീതിയിൽ ചെറിയ തോതിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിർത്താം. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞത് പ്രൊനൗൺസ് ആണ്, സർവനാമങ്ങൾ, അല്ലെങ്കിൽ അറബിയിൽ ദമീർ എന്ന് പറയും. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന, അൻത, അൻതുമാ, അൻതും, അൻതി, അൻതുമാ, അൻതുന, അന, നഹ്നു ആണ്. ഇതിൽ മാ വരുന്ന, അതായത് 2 പേര് വരുന്ന കാര്യങ്ങൾ നമ്മൾ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഹുവ, ഹും, ഹിയ, ഹുന്ന, അൻത, അൻതും, അൻതി, അൻതുന്ന, അന, നഹ്നു അത് പറഞ്ഞു. അത് ഖുർആനിലുള്ള എക്സാമ്പിൾസ് കണ്ടു. പിന്നെ അത് ഇസ്മുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുമ്പം, ഫേലുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുമ്പം, ഹർഫുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുമ്പം ഉള്ള കാര്യങ്ങൾ. ഈ ഫേലിന്റെ നമ്മൾ കുറച്ച് പറഞ്ഞു നിർത്തി. ഇസ്മിൻ്റെത് നമ്മൾ എല്ലാ എക്സാമ്പിൾസും കണ്ടു. ഹെർഫുകൾ, കുറേ ഹെർഫുകൾ ഉണ്ട്, പല ടൈപ്പ് ഹെർഫുകൾ ഉണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു, എങ്ങനെയാണ് ഓരോ ഹെർഫിനോടും അറ്റാച്ച് ചെയ്ത് വരുന്നതെന്നും അതിന് ഖുർആനിൽ നിന്നുള്ള എക്സാമ്പിൾസും കണ്ടു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഹെർഫുകളും കൂടെ, അതായത് ഈ ഒരു അറ്റാച്ച്മെന്റ് എന്നുള്ളതിനേക്കാളും കുറച്ച് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഹെർഫുകൾ ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടിട്ട് പോവാം ഇൻഷാല്ലാ. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ടെസ്റ്റ് വെച്ചാൽ നല്ലതായിരിക്കും തോന്നുന്നു, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വെച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും, ഓ ഇതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ്. അപ്പം ഇൻഷാല്ലാ അതിന്റെ കാര്യങ്ങൾ പിന്നെ പറയാം എപ്പോൾ വെക്കുന്നോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് നമുക്ക് ഫിഅല് വെച്ചിട്ടുള്ള സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കാം ഇൻഷാല്ലാ. ഓക്കെ. അപ്പം ഇന്ന് ഇത്രയും വെച്ച് നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്.